ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം. ന്യൂനപക്ഷ വേട്ട ഉയർത്തി BHPയും ഹിന്ദു സംഘടനകളുമാണ് പ്രതിഷേധിക്കുന്നത്. ഹിന്ദു യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധം. ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് സർക്കാർ വിളിപ്പിച്ചു. ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ന്യൂനപക്ഷ വേട്ട ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം കൂടുതൽ മോശമാവുകയാണോ? ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം. ഇതിപ്പോൾ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസ് എന്നയാളെ അവിടെ ഉണ്ടായിരുന്ന സമരങ്ങൾക്കിടെ, ആഭ്യന്തര സംഘർഷങ്ങൾക്കിടെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് അടിച്ചു കൊല്ലുകയും പിന്നീട് കെട്ടിത്തൂക്കി കത്തിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. അതിൽ പ്രകോപിതരായി ഒരു സംഘം ഹിന്ദു സംഘടനകളിൽപ്പെട്ട ആളുകളടക്കം പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദില്ലിയിലെ ബംഗ്ലാദേശ് എംബസിക്ക് മുന്നിൽ, ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ സുരക്ഷയാണ് രാവിലെ മുതൽ ഏർപ്പെടുത്തിയിരുന്നത്. ഇങ്ങനെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് ഏതായാലും പ്രതിഷേധങ്ങൾ മറികടക്കാനുള്ള, ബാരിക്കേഡുകൾ മറികടക്കാനുള്ള, പോലീസിന്റെ സുരക്ഷ മറികടക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ സാക്ഷിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയെ ചോദിച്ച പോലെ ഇതൊരു പ്രതിഷേധം മാത്രമല്ല, മറിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ ഉലയുകയാണ് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ഇടക്കാലത്ത് വന്ന യൂനിസ് സർക്കാർ ഇന്ത്യയോട് മുൻപുണ്ടായിരുന്ന രൂപത്തിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനൊപ്പം തന്നെ ഈ രൂപത്തിലുള്ള ചില ന്യൂനപക്ഷ വേട്ടകൾ ബംഗ്ലാദേശിൽ നടക്കുന്നതിൽ കടുത്ത അതൃപ്തിയും അമർഷവും പ്രതിഷേധവും ഇന്ത്യ നയതന്ത്ര തലത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ഷെയ്ഖ് ഹസീനയെ, അവിടുത്തെ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഉസ്മാൻ ഹാദിയെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. തലയ്ക്ക് വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നിൽ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്, ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ വിശ്വസിക്കുന്നത്. അവിടെ നിന്നും കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾ പിന്നീട് ഇന്ത്യയിലേക്ക് കടന്ന് സുരക്ഷിത താവളത്തിലേക്ക് മടങ്ങി എന്നുകൂടി പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നുണ്ട്. ഇതും വലിയ തോതിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ഉലയുന്നതാണ് ഈ സാഹചര്യത്തിൽ കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബംഗ്ലാദേശിലെ നയതന്ത്ര പ്രതിനിധിയെ ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ, യൂനിസ് സർക്കാർ വിളിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. സുജയ, ശരി, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോട്.